ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ. ഇപ്പോൾ ടൈം 5 മണി എന്തോ 5 മണി ആയിട്ടില്ല, 5 മണിക്ക് മുമ്പ് തന്നെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 1 2 3 4 5 6 വണ്ടിയുണ്ട്. അപ്പോൾ നമുക്കിനി തൃശ്ശൂർ വെച്ചാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ട്രിപ്പൻസ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് പോലെ ഉണ്ട്, ക്ലബ്ബ് ഗ്രൂപ്പ് പോലെ. അപ്പോൾ അവർ നമ്മളെ റൈഡ് കോർഡിനേറ്ററാണ്. അപ്പോൾ അവരാണ് നമ്മളെ ഇന്ന് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിന്ന് അവരുടെ നേരെ തൃശ്ശൂർ എത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ റൈഡ് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രിപ്പൻസ് തൃശ്ശൂർ അവരുടെയൊക്കെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ നിന്ന് ഇപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈഡ് ലീഡ് ചെയ്യുന്ന നമ്മുടെ ഡ്യൂക്കസ്റ്റ് ഗ്രൂവിൻ്റെ അഡ്മിനാണെന്ന് പറയട്ടെ. ഇവിടുന്ന് ഇപ്പോൾ അത്യാവശ്യം കുറേ വണ്ടിയുണ്ട്. കൂടുതൽ ഡ്യൂക്കാണ്, ഇത് RC ഉണ്ട്, MT ഉണ്ട്. അപ്പോൾ നമുക്കിനി വയനാട് വരെ എത്തണം. ചായ കുടിക്കണം, അതിനിടയ്ക്ക് നിർത്തും. അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, കല്ലേറ് റെസ്റ്റോറൻറ്റ് കുറേ തപ്പിയിട്ടാണ് കിട്ടിയത്. രാവിലെ ആയി കാരണം ആദ്യം കയറി കടകളിലൊന്നും ഫുഡ് ഉണ്ടായില്ല, റെഡി ആവണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ കയറി ഒരു കടയിൽ കയറി. ഇവിടെ എന്താ പുട്ടും കട ഉണ്ടായി, അപ്പം മുട്ടക്കറി ഉണ്ടായി. അപ്പോൾ എല്ലാവരും അത് കഴിച്ച് ഇപ്പോൾ ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കോഴിക്കോട് നിന്ന് ഉച്ചക്കാലത്തെ ഫുഡിൽ നിന്ന് അങ്ങനെ ലക്ഷ്യം വെച്ചാണ് പോണത്. അപ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും കോഴിക്കോട് എത്തും. പറ്റുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തും റൈഡ് ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിക്കാം. നമ്മളിപ്പോൾ കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. കുറച്ച് പേർക്ക് പെട്രോൾ റീഫില്ലിങ്ങിൻ്റെ ഒക്കെ ആവശ്യത്തിനായിട്ട് വണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ എറൗണ്ട് എൻ്റെ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ, അതായത് കാലടി വെച്ച് നോക്കുമ്പോൾ 140 കിലോമീറ്റർ വന്നു. ഞങ്ങൾ 140 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ എത്രയാണ്, വയനാടേക്ക് 240 സംതിങ് കിലോമീറ്ററാണ്. ഇനി എന്തായാലും 100 കിലോമീറ്റർ അടുത്ത് വീണ്ടും ഓടിക്കാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളും, പിന്നെ ഏതെങ്കിലും നല്ല നല്ല സ്പോട്ടുകൾ കാണുകയാണെങ്കിൽ നമ്മളവിടെ നിർത്തി അതൊക്കെ ചെക്ക് ചെയ്തിട്ട് അടിപൊളി വൈബ് വെച്ചിട്ടാണ് നമ്മൾ പോകണേ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അവിടെ എത്തിയിട്ട് സംസാരിക്കാം. ഞാൻ അവിടെ കൊണ്ടിരിക്കാം. അകത്ത് പോവാം. അപ്പോൾ ഉച്ചക്കലത്തെ ഒരു ലഘുഭക്ഷണമല്ല, ഉച്ചയ്ക്ക് നല്ല കാര്യമായിട്ട് തന്നെ മന്തി കഴിച്ചത്. സ്ഥലപ്പേര് ഞാൻ മറന്നുപോയി. ഒരു മന്തി കടയായിരുന്നു, ഫുള്ള് മന്തി കിട്ടുന്ന കടയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മന്തി കഴിച്ചത്. ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിയുള്ള ഒരു വ്യൂ പോയിൻ്റ് പോലെ അവിടെ സ്ഥലത്ത് വന്നിട്ടാണ് തുഷാരഗിരി. അതിപ്പോൾ തുഷാരഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് വ്യൂ രക്ഷ ചെയ്താട്ടോ. താഴത്ത് കുളിക്കാം, അടിപൊളിയായിട്ട് കുളിക്കാം. സെറ്റപ്പ് വെള്ളം. മുകളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, വലിയ ആഴം കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് അടിപൊളിയായിട്ട് കുളിച്ച് സെറ്റായിട്ട് കയറുക. പക്ഷേ നമ്മൾ ഇറങ്ങണ്ട, വെള്ളത്തിൽ ഇറങ്ങണ്ട. ഇല്ല, ആ വെള്ളത്തിൽ ഇറങ്ങല. കരുണ അതായത് ഇങ്ങോട്ട് ഇറങ്ങണ. മാസ്ക് പോലീസ് പിടിച്ചല്ലോ. ഇങ്ങോട്ട് സീൻ
പാലത്തിൽ വണ്ടി പറിക്കാൻ പറ്റും. സാറേ ഞാൻ കൊലപാതകയല്ല. അങ്കമാലി കാൾഡി. പെരുമ്പാവൂർ കാൾഡി കാൾഡി പോ എടുത്ത് മാറ്റി പണ്ടാറ് പടിയായിട്ട് ഈശ്വരാ. ഇപ്പോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല ഇവിടെ വണ്ടി നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇപ്പം ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോൾ പോലീസുകാർ വണ്ടി നിർത്താൻ പാടില്ല, പാലമാണ്, ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. എത്ര ഞങ്ങൾ കെഞ്ചി അവസാനം 4 വണ്ടിക്ക് കൂടി 1000 പറഞ്ഞത്. അതുപോലെ ഞങ്ങളുടെ ഇല്ല ഇല്ലാന്നല്ല, നമുക്ക് ഇന്ന് സ്റ്റേ കൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതല്ല. അപ്പോൾ കാശ് വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവസാനം പറഞ്ഞ് ഇപ്പോൾ 4 വണ്ടിക്ക് കൂടി 250 പെറ്റി അടത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാ. എന്താ പൊന്നോ അടുത്ത് കേറിക്കോ, അല്ലെങ്കിൽ വണ്ടി എടുത്തോട്ട് പോവാ. വണ്ടി നോക്കിയേ. ഇനി ഉണ്ടല്ലോ, ഇന്നത്തെ ദിവസം കിറക്കം പിടിച്ച പേപ്പറായിട്ടായി. വേറെ സീനൊന്നുമില്ല. ഓക്കെ നമ്മൾ കയറുന്നല്ലോ. അപ്പം നമ്മൾ വയനാട് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കയറുമ്പോൾ തന്നെ നമുക്കിത് ഇവിടെ ഒരു ആർച്ചുണ്ട്, വെൽക്കം ടു വയനാട്. അടിപൊളിയായിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് വയനാട് കയറുമ്പോൾ തന്നെ അറിയാം. ഇതാണ് വയനാട് ബോർഡർ. തിരിച്ചു വേണം. ഓ വീഡിയോ. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. പോലീസും പിടിച്ച് എവിടെ പോയാലും ഞങ്ങളെ പോലീസ് പിടിക്കും. ഓണാ അപ്പോൾ നമ്മളിപ്പോൾ മയിലാടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കണത്. ഇതിപ്പോൾ വയനാട് മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ സ്റ്റേ. അപ്പോൾ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയാണ് സ്ഥലം. ഞങ്ങൾ റൂമിലേക്ക് പോണേക്ക് മുമ്പ് ഇവിടെ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. സ്ഥലം കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. പിന്നല്ല ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. മിക്കവാറും കുറേ നേരം ഞങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ കിട്ടാൻ ചാൻസ് ഉണ്ടാവുന്നുണ്ട്. ഇവിടുന്ന് നൈസായിട്ട് ഇപ്പോൾ പോകാനുള്ള സെറ്റപ്പിലാണ് നിൽക്കണത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ വന്നു തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് വന്നാൽ തന്നെ അടിപൊളി. ചിലപ്പോൾ വെളുപ്പിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാഗ്യമുണ്ട് മേഘമൊക്കെ തന്നെ വന്ന് നിൽക്കുന്ന സെറ്റപ്പൊക്കെ ആയിരിക്കണം. കണ്ടിട്ട് അങ്ങനെ പോലെ തോന്നുന്നുണ്ട്. ഇനി ഇതൊരു അമ്പലം കേട്ടോ. ഇവിടെ ഒരു അമ്പലമാണത്. ഈ അമ്പലത്തിൻ്റെ പേര് ജെയിൻ ടെമ്പിൾ എന്ന് പറയാൻ എനിക്ക് മനസ്സിലായില്ല. ആരുടെ വിഗ്രഹം എന്നൊന്നും അറിയില്ല. അവിടെ ഒരു അമ്പലമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് അറിഞ്ഞത് ആ മോൾ ഭാഗത്ത് ആരുടെയോ കാൽപ്പാടോ അങ്ങനെ എന്തോ
പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്തോ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ കുറേ പേര് മുകളിലേക്ക് ഉണ്ട്. ഞങ്ങളിപ്പോൾ മഴ പെയ്യാനുള്ള ഇത് കാരണം നേരെ തിരിച്ചു പോകാനുള്ള സെറ്റപ്പിലാണ്. നേരെ റൂമിലെത്തിക്കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ടയേർഡാണ്. അപ്പോൾ ജസ്റ്റ് കിടക്കാന്നുള്ള സെറ്റപ്പിൽ ഇപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകും. അപ്പോൾ നീ റൂമിലെത്തിയിട്ട് ബാക്കി സംസാരിക്കാം. ചെളി ആണ്ടുണ്ട്, കുത്തുമല്ല. ഇപ്പം ഞാനത് പറയട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ വില്ലയിലെത്തി. എൻ്റെ പൊന്നെ, ഒരു അടിപൊളി ആംബിയൻസ്. അങ്ങനെ ഞാൻ അവിടെ നിന്നിട്ട് ചുമ്മാ നടന്ന് കാട്ടി തരാം. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉണ്ടോ? ശരിക്കും ഒരു അടിപൊളി ഒരു രക്ഷയില്ല. അത് ഇവിടെ നമുക്ക് ടെൻറ്റ് നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ അടിക്കാവുന്നുള്ളൂ. അല്ലാണ്ട് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യണില്ല. അപ്പോൾ ടെൻറ്റ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ പുള്ളി അടിക്കായിരിക്കും. അപ്പോൾ ഇവിടെ ചുമ്മാ ഇതുപോലെ സ്ഥലമുണ്ട്. നമുക്ക് പിന്നെ എന്താ പറയുക, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കളിച്ചനുസരിച്ചൊക്കെ ഇരിക്കാം രാവിലെയൊക്കെ മോർണിംഗ്. പിന്നെ നമുക്ക് അകത്തേക്ക് കയറിയിട്ടുള്ള വ്യൂ കാട്ടി തരാം. അതിന് മുമ്പ് തന്നെ നമുക്ക് പുറമൊക്കെ ഒന്ന് ചുറ്റി കാണാം. പുറം ഭാഗം എൻ്റെ മോനെ, ഹെവി എന്തത് തെങ്ങ്, അടിപൊളി. ഓ, മോളിൽ കയറട്ടെ, എല്ലാവരും മോളിൽ കയറി. പൊള്ളി സാധനം. ഓ, എടുക്കാച്ചി. എൻ്റെ പൊന്നോ, ഹെവി സീസ്. അവിടെ രണ്ടു നമ്മുടെയാണോ? ഇത് രണ്ടും നമ്മുടെയാണോ? എൻ്റെ അമ്മ, ഇതാത് സ്ഥലം. എൻ്റെ പിന്നെ അടിപൊളി. അകത്തേക്കുള്ള നിങ്ങൾക്ക് കാട്ടാട്ടോ. അത് നമ്മൾ പുറത്തേക്കുള്ള ജസ്റ്റ് അറിയട്ടെ. സീൻസാണ്, പൊളി തല. രക്ഷയില്ല. എൻ്റെ അളിയ മുകളിലുണ്ടാ ഇതുപോലത്തെ വേറെ ഇല്ല. ഇതുപോലത്തെ ഒരു വീട് കൂടി. അതെ, മെല്ലപ്പോ തന്നൂട്ടോ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന വില്ലയുടെ അടുത്തായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ അവിടെ അറേഞ്ച് ചെയ്യുന്ന പുള്ളി ഫ്രണ്ടിലുണ്ട്. പുള്ളി കാട്ടി തരും. ആ ചേട്ടനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കാം. അണ്ണാ ഒരു ഹായ് കൊടുത്തേ. കൊള്ളാലോ. സ്ഥലം അടിപൊളിയാട്ടോ, രക്ഷയില്ല കേട്ടോ. ഒരു അടിപൊളി വില്ല. പെർ ഹെഡ് 850 രൂപ. 850 രൂപ ഉള്ളൂ. ആദ്യം വിചാരിച്ച് റേറ്റ് കൂടുതലായിരിക്കുമെന്നാ. പിന്നെ ഇവിടെ വന്ന സ്ഥലം കണ്ടപ്പോഴാണ് 850 രൂപയൊക്കെ ഉള്ള സ്ഥലമുണ്ട്. വീടിൻ്റെ അകമൊക്കെ കാണണം. മകൾക്ക് അടി തരാം. അടിപൊളി, ഒരു രക്ഷയില്ല. എന്നിട്ടത് അടിപൊളി. അതിന്റെ അപ്പുറത്തെ മല മാനന്തവാടി സൈഡ്. പുള്ളി പറഞ്ഞത് ഇവിടെ കാണുന്ന ഓരോ മലകളും അത്യാവശ്യം ഫേമസ് ആയ സ്ഥലങ്ങളാണ്. ഇത് മണിപ്പൂർ മലയാണ്. പിന്നെ നമുക്ക് പോകാനുള്ള 900 കണ്ടി ആ ഭാഗത്ത് ആ ലാസ്റ്റ് ഒരു മല ഉണ്ടോ, അത് ഈ സാധനം ആ മലയാണ് 900 കണ്ടി. പിന്നെ ഈ ഓരോന്നും ഓരോ അടിപൊളി വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം നമ്മളെല്ലാ സ്ഥലത്തും പോകുമെന്ന് അറിയില്ല. പക്ഷെ ഇവിടുന്ന് എല്ലാ സ്ഥലവും കാണാം. ഇവിടുന്ന് ഒരു അടിപൊളി സ്ഥലം. പിന്നെ ഇന്നത്തെ
ഇന്ന് നമ്മളിപ്പോൾ ഇങ്ങടേക്ക് വന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചിയുടെ നമ്മുടെ ക്ലബിലുള്ള അപ്പോൾ പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ അടാ പുള്ളിക്കാരുടെ ബർത്ത്ഡേ ഇന്നല്ലേ? നമ്മൾ സ്റ്റോറി ഇന്നലെ ഇട്ടേ. അപ്പോൾ ഇന്നാണ് ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ആലോചന. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും. അപ്പോൾ നൈസായിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ കേക്കൊക്കെ മേടിച്ചപ്പോൾ പുള്ളിക്കാരി ഉണ്ടായി. പക്ഷേ ഞങ്ങൾ എന്താ പറയുക മുട്ടയും കളറൊക്കെ മേടിച്ചിട്ട് അപ്പോൾ വന്നിട്ട് ഇതൊക്കെ ആഘോഷിച്ച് പൊളിക്കുക. ഇപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ സ്റ്റാർട്ടാവാറായി. ഇപ്പോൾ അവർ വണ്ടിപ്രാന്തി ആയതുകൊണ്ട് വണ്ടികളുടെ ഇത് അടുത്ത് വെച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാനാണ് വിചാരിച്ചാണ്. ഇത് കേക്ക് മേടിച്ചിട്ടുണ്ട്. ഇതാട്ടോ ആള്. ഓ ഞാൻ വെച്ച് കേക്കായിരിക്കുന്നു. അത് ഞാൻ ഇതിട്ടിട്ട് ഓ ഇത് ഗംഭീര സെലിബ്രേഷൻ ആയി പോയതാ. ഇതൊരുമാതിരി സെലിബ്രേഷൻ ആയി പോയില്ല ഒടുക്കത്തെ. നമുക്ക് കേക്ക് മുറിക്കുമ്പോ ത്രോട്ടിറക്കാം. ഓക്കെ കമൺ സ്റ്റാർട്ട് ചെയ്യാം. ചെല്ലേ പോ സന്തോഷം ജന്മദിനം കുട്ടിക്ക്. വീടില്ലടോ പൊട്ടികളാ പിന്നെ ഹെലികൂടെ. അങ്ങനെ വയനാട്ടില് ബർത്ത്ഡേ സെലിബ്രേഷൻ. അണ്ണതെ ഇത് കൈ കിട്ടിയ മാറിക്കണല്ലോ. അന്നത്തെ പോലെ ഇപ്പൊ അന്നൊക്കെ കേക്ക് കിട്ടിയില്ല. കൈട്ടിരിക്കണ അന്ന് കേക്ക് കിട്ടൂല. എനിക്കന്ന് കിട്ടിയില്ല. A few moments later. ഇപ്പോൾ ഏതാണ്ട് 9:30 മണിയായി. ഞങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. എനിക്ക് ഗ്രില്ലടിച്ചായിരുന്നു. അപ്പോൾ പുറമേ നിന്ന് പൊറോട്ട കറികളൊക്കെ മേടിച്ച് ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നാളെയാണ് ബാക്കി കാര്യം പരിപാടി. പക്ഷേ ഇന്നിപ്പോൾ നൈറ്റ് ക്യാമ്പ് ഫയർ കൂടെ ഉണ്ടെന്ന് പറയാനുണ്ട്. അപ്പോൾ ക്യാമ്പ് ഫയർ കൂടെ കഴിഞ്ഞിട്ട് ഇന്ന് കിടന്നുറങ്ങും. പിന്നെ നാളെ മോർണിംഗ് 900 കണ്ടി, അത് ഇവിടെ നിന്ന് അടുത്താണ്. അപ്പോൾ 900 കണ്ടിക്ക് പോകും. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ, അതായത് പരുന്തുമാരുടെ വീഡിയോയിൽ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. അത് വേറൊന്നുമില്ല, ലെങ്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയും അതുപോലെ തന്നെ ആയിരിക്കും. കാരണം ഇത് 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ നാളത്തെ വീഡിയോ അത് വേറെ പാർട്ടായിരിക്കും. വേറെ പാർട്ടായിരിക്കും ജയിക്കണം. ഇന്നത്തെ വീഡിയോ ഒന്നുകൂടെ വൈൻഡപ്പ് ചെയ്യാണ്.